ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നു. ഈ ജില്ലകളിൽ കൂടുതൽ മഴ സാധ്യത. വരും മണിക്കൂറിൽ ശ്രദ്ധിക്കണം. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത ശക്തമായ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. സംസ്ഥാനത്തെ 3 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെക്കൻ കേരളത്തിൽ വ്യാപകമായി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകി. തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വലിയ നാശനഷ്ടം. ചെങ്കോട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ തിരുനെൽവേലിയിലും തമിഴ്നാട്ടിൽ വ്യാപകമായി വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം. തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ്. മലയോര മേഖലയിൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ വ്യാപകമായി മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നു. ഇപ്പോഴും പല പ്രദേശങ്ങളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ലക്ഷദ്വീപിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ദുർബലമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. നാളെയോടെ ന്യൂനമർദ്ദമായി മാറി തുടർന്ന് ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ. വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത.